ടു ഹലോ മോംസ് വേൾഡ്. അപ്പോൾ ഇതാരാന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മൾ ഉമ്മുക്കുൽസു. അപ്പോൾ ഉമ്മുക്കുൽസു നല്ല തട്ടൊക്കെ ഇട്ട് മൊഞ്ചത്തിയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മുക്കുൽസിന് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉമ്മുക്കുൽസിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ഇതാ ആദ്യം തന്നെ ഉമ്മുക്കുൽസിനെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി ഇതുപോലെ 4 കഷ്ണമാക്കിയിട്ട് മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു കഷ്ണം ക്യാപ്സിക്കാട്ടോ. ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളിൻ്റെ ഹാഫ് അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു പിടി മല്ലിയിലും പുതിനയിലും കൂടി കൂടിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളെ ഉമ്മുക്കുൽസ് നല്ല മൊഞ്ചാവണമെങ്കിൽ കുറച്ച് നല്ല രസത്തിലൊക്കെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി കട്ടൊന്നും ഇല്ലാണ്ട് വെളുത്തുള്ളി ഇഞ്ചൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂണ് നമ്മളെ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് പിന്നെ നമ്മളെ കുരുമുളകിൻ്റെ പൊടിയില്ല അത്, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം നമ്മളെ ചിക്കൻ മസാല, പിന്നെ ഇത് മാഗിൻ്റെ ക്യൂബാട്ടോ. ഇതും ഞാൻ 2 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇത് ഞാനൊരു നല്ലൊരു ഉമ്മുക്കുൽസിൻ്റെ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. പിന്നെ അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ മോര് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. എന്തെങ്കിലും അറിയാനൊക്കെ ബാക്കിയുണ്ടോ എന്നൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നോക്കുക. അതിനുശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്. അതെന്തിനാണ് ഓയിൽ ചേർത്ത് കൊടുത്തത്? ഉമ്മുക്കുൽസിൻ്റെ മേത്തുനിന്ന് മേക്കപ്പ് ഒന്നും പോകാണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓയിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളെ ഉമ്മുക്കുൽസ് ഇതൊന്നും അറിയാണ്ട് ഇവിടെ കെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഉമ്മുക്കുൽസിൻ്റെ മേത്ത് ഞാനിങ്ങനെ വരയെല്ലാം ഇട്ട് കൊടുത്തിന്. അത് ഈ മേക്കപ്പ് എല്ലാം ഉമ്മുക്കുൽസിൻ്റെ മേലെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയെല്ലാം ഇട്ട് കൊടുത്തത്. പിന്നെ ഞാനിതുപോലെ ഉമ്മുക്കുൽസിനെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സ്പൂണെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മുക്കുൽസിൻ്റെ എല്ലാ മേത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത്രയും മസാല ഉണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മസാലയാണ്. അങ്ങനെ ഉമ്മുക്കുൽസിനെ ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. അതിന് ശേഷവും ഞാനിത് വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളെ നെയ്യ്, പശുവിൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, അതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 2 കഷ്ണം തക്കാളി, ഒരു 2-3 കഷ്ണം ഉള്ളിയെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉമ്മുക്കുൽസിനെ അതിലേക്ക് അങ്ങോട്ട് ഞാൻ കടത്തി കൊടുത്തു. അങ്ങനെ ഉമ്മുക്കുൽസ് ഒരു വിസിലെല്ലാം വന്നിട്ട് വിസിലെല്ലാം പോയി ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ഉമ്മുക്കുൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മുക്കുൽസിൻ്റെ മീറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള ഓയിൽ നമ്മൾ ഇനി ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു സോസ് പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മുക്കുൽസിനെ നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള ഓയിൽ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു 2 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി ഇത്ര എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഉമ്മുക്കുൽസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചായിട്ട് ഗരം മസാല, അത്രയും തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം.
ഇനി അതിലേക്ക് ഞാൻ ഒരു പിടി നമ്മളെ മല്ലിയിലയും പുതിനയിലും ഇല്ല അതും കൂടി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു മുട്ട ബോയിൽ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം കേട്ടോ. എണ്ണയെല്ലാം വറ്റിയിട്ട് ഇത് മാത്രം ഇങ്ങനെ കോരിയെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ഉമ്മു കുൽസുവിനെ ഇതിലിട്ടിട്ട് ഒന്ന് മൊഞ്ചാക്കിയിട്ട് എടുക്കണം. നല്ല മൊഞ്ചെത്തി ഉമ്മു കുൽസാക്കിയിട്ട് എടുക്കണേ. നമ്മൾ കുക്കറിൽ ഈ ഭാഗമായിരുന്നു അടിയിലേക്ക് ആക്കിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പുറത്തെ ഭാഗമാണ് അടിയിലേക്ക് ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മു കുൽസുവിനെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഉമ്മു കുൽസു എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇല്ല, അത് ഉമ്മു കുൽസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് അടിയിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉമ്മു കുൽസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉമ്മു കുൽസുവിൻ്റെ തലേൻ്റെ മേലായിട്ട് ഞാനൊരു മുട്ടയൊക്കെ വെച്ച് അതിൽ കണ്ണൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നല്ല അടിപൊളി ഉമ്മു കുൽസാക്കിയിട്ട് എടുത്തിനെ. അപ്പോൾ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി നല്ല മൊഞ്ചത്തി ആയിട്ട് ഒപ്പന കളിക്കാൻ പോകുന്ന ഉമ്മു കുൽസു കേട്ടോ നമ്മളുടെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും